തിരുവനന്തപുരം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിൽ കൈകഴുകി സർക്കാരിന്റെ ടൂറിസ്റ്റ് കൗൺസിൽ. നടത്തിപ്പ് ഉത്തരവാദിത്തം കരാർ കമ്പനിക്കെന്നാണ് DTPCയുടെ വിശദീകരണം. സംഭവത്തിൽ ടൂറിസം ഡയറക്ടറോട് വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടി. വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതര വീഴ്ച. തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയും വാങ്ങിയിട്ടില്ല. തീരത്തെ ഏതുതരം നിർമ്മാണ പ്രവൃത്തികൾക്കും KCZMAയുടെ അനുമതി വേണമെന്നതാണ് ചട്ടം. എന്നാൽ താൽക്കാലിക നിർമ്മാണമായതിനാൽ അനുമതി വേണ്ടെന്നാണ് DTPCയും അഡ്വഞ്ചർ ടൂറിസവും നൽകുന്ന വിശദീകരണം. അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈകഴുകുന്ന നിലപാടാണ് സർക്കാരിന്റെ ടൂറിസം ഏജൻസികൾ സ്വീകരിച്ചിരിക്കുന്നത്. വ്യാപക വിമർശനമുയർന്ന സാഹചര്യത്തിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസം ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. പൊതുവെ എല്ലായിടത്തും പരിശോധനകൾ നടത്തണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വിവരം നേരത്തെ കൊടുത്താണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. വേലിയേറ്റ സമയത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ സാധാരണ പ്രവർത്തിപ്പിക്കാറില്ല. എന്നിട്ടും വേണ്ട മുൻകരുതൽ സ്വീകരിക്കാത്തതാണ് അപകട കാരണം. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ കാലപ്പഴക്കമേറിയ കയർ നീക്കി പുതിയത് സ്ഥാപിക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ജനം, തിരുവനന്തപുരം.